വെണ്ണൂർ സർവീസ് സഹകരണ സംഘം ഒരു മാതൃകയാണ്. സഹകരണ സംഘങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ വിജയം നേടാം എന്നതിന്റെ ഉത്തമ മാതൃക. 100ഓളം കുടുംബങ്ങൾക്ക് ഉപജീവനം മാർഗമായി മാറിയ ഈ സംഘത്തിന്റെ വിജയഗാഥ നമുക്കൊന്ന് കാണാം. വെണ്ണൂർ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 ആ ടൈം പീരീഡിലാണ് തുടങ്ങുന്നത്. ബാങ്കിങ് ഫീൽഡായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വളം ഡിപ്പോ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 2013 ജീവനം സ്റ്റോർ എന്നുള്ള എക്കോ സ്റ്റോർ എന്നുള്ള രീതിയിൽ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു ഏക്കർ 5 സെൻറ്റിൽ നിന്ന് നമ്മൾ പാട്ടത്തിനെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇക്കോ സെൻറ്റർ തുടങ്ങിയത്. പിന്നീട് നമ്മൾ സ്വന്തമായി 1.5 ഏക്കർ സ്വന്തമാക്കുകയും പിന്നീട് നമുക്ക് വിത്ത്, ചെടി, ഫലവൃക്ഷങ്ങൾ നമുക്ക് നടാനായി പാട്ടത്തിന് 5 ഏക്കറിന് മേലെ സ്ഥലമെടുത്താണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെയാണ് നമ്മൾ മെയിനായിട്ട് വാഴ കൃഷി ചെയ്യുന്നത്. അവിടെ നിന്നുള്ള ഈ പറഞ്ഞ ടിഷ്യൂ കൾച്ചറിൽ നിന്ന് കിട്ടുന്ന വാഴക്കന്നുകൾ വെച്ച് അതിൽ നിന്നുള്ള വാഴ കൊലയിൽ നിന്നാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്. പുറമേക്കും കൊടുക്കലുമുണ്ട്, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ഷോപ്പിൽ വിൽക്കലുമുണ്ട്. നമ്മുടെ അവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടായിരിക്കുന്ന നമ്മുടെ വാഴത്തോട്ടത്തിൽ നിന്ന് നമ്മൾ കായക്കൊല നമ്മൾ എടുത്ത് ശേഖരിച്ച് നമ്മൾ ചിപ്സ് ആക്കാനുള്ള പരിപാടിയാണ് നോക്കണേ. നമ്മുടെ തന്നെ സ്വന്തം പ്രൊഡക്റ്റുകളാണ്. വെളിച്ചെണ്ണ, കായ ചിപ്സിനുള്ള കായ, അങ്ങനെ ഇതെല്ലാം നമ്മുടെ വാഴത്തോട്ടത്തിൽ നമ്മുടെ തോട്ടമുണ്ട് നമുക്ക് സ്വന്തമായിട്ട്. ആ തോട്ടത്തിൽ നിന്ന് തന്നെ ശേഖരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. വെണ്ണൂർ സർവീസ് സഹകരണ സംഘം ഇന്ന് 100ഓളം പേരുടെ പ്രധാന ഉപജീവന മാർഗമായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ സഹകരണ സംഘങ്ങളും. വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന വീട്ടമ്മമാർക്കും യുവജനങ്ങൾക്കും മധ്യവയസ്കർക്കും ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുത്തിരിക്കുകയാണ് ഓരോ സഹകരണ സംഘങ്ങളും. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.